ഹലോ ഹായ്. അപ്പോൾ ഇന്നൊരു ബ്ലൗസ് പീസ് എടുക്കാനുള്ളൊരു യാത്രയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇത് എറണാകുളം ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിൽ ഇന്ന കടയെന്നൊന്നും പറഞ്ഞ് പോയതല്ല കേട്ടോ. ഏതെങ്കിലും ഒരു കട കാണുമ്പോൾ കയറാമെന്നുള്ള രീതിയിലൊരു യാത്രയാണ്. അപ്പോൾ രാത്രി എനിക്ക് പെട്ടെന്ന് തോന്നി എനിക്കിപ്പോൾ ഈ മെറ്റീരിയൽ വേണം. അപ്പോൾ ഞാനിങ്ങനെ പോവാണ്. അപ്പോൾ അത് ഇവിടെ കുറേ കടകൾ കൊണ്ട് രാത്രിയായാലും പല കടകളൊക്കെ ഇങ്ങനെ അടച്ചടച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ കയറിയ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ദുപ്പട്ടകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ മറ്റേ ഹിജാബ്, അതുപോലെ തന്നെ വർക്കഡ് ആയിട്ടുള്ള ദുപ്പട്ട, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് ഓണത്തിനൊക്കെ ആയിട്ടുള്ള കളക്ഷൻസൊക്കെ കുറേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഇപ്പോഴാണ് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് ഇടുന്നത് എന്നുള്ളതുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ദുപ്പട്ടകളാണ് കേട്ടോ. നല്ല വർക്കായിട്ടുള്ള ദുപ്പട്ടകളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, റയോണിൻ്റെ മെറ്റീരിയൽ, അങ്ങനെ എല്ലാ മെറ്റീരിയലും ഇവിടെ വരുന്നുണ്ട്. കോട്ടൺ, സെമി കോട്ടണിൽ എല്ലാം, സിൽക്കും എല്ലാം ഇവിടെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ മുഴുവൻ ഫാൻസി ആയിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം നല്ല വർക്കഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോൾ, അത്രയുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലൊന്നും പെട്ട സാധനമല്ല ഞാൻ മേടിച്ചത്. ഞാനൊരു സെമി സിൽക്കിൻ്റെ ഒരു മീറ്റർ ബ്ലൗസ് പീസാണ് മേടിച്ചിട്ടുള്ളത്. ഒരു മീറ്റർ തന്നെ അധികമാണ്. അപ്പോൾ ഇതൊരു തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന് നമുക്ക് കോട്ടൺ വെക്കാൻ പറ്റില്ല. കോട്ടൺ വെച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോവും. ഞാനതിന് ക്രേപ്പ് മെറ്റീരിയലാണ് മേടിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ്. അപ്പോൾ ഇത് തയ്ച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. ഇനി തയ്ക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ, ഇനി അത് കിട്ടണം. അപ്പം ബൈ.